ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേന ഞങ്ങൾ എല്ലാവരും കൂടി വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഇത് ആദ്യ സാലി, പിന്നെ ഇതേന സിഹാമും മേരിയുമാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ വേറൊരു മേരിയുടെ വീട് വരെയാണ് പോണത്. ഞങ്ങളുടെ കൂടെ ഇതേന നമ്മളെ എപ്പോഴും സേഫായിട്ട് കൊണ്ടുപോകുന്ന ഒരാളും കൂടിയുണ്ട്. ഇതേന ഇതാണ് ഒസാമ. പുള്ളി പെർഫ്യൂമിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പുള്ളിയാണ് നമ്മളുടെ കൂടെ വരുന്നത്, നമ്മളെ സേഫായിട്ട് കൊണ്ടുപോകുന്നെല്ലാം. ഞാൻ ഇത് മേരിയുടെ മോനാണ് കേട്ടോ. നമ്മളെത്തിയ സമയത്ത് താഴെ ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ട ഉടനെ മേരിയുടെ മോൻ ഓടി വന്ന് ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു ആളെയും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ നിൽക്കുന്നത്. പക്ഷെ ആളിതുവരെ എത്തിയിട്ടില്ല. നമ്മൾ കട്ട പോസ്റ്റായിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് ദേന ഒസാമ പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ കൂടിയിട്ടോ. പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ നിന്ന് മതിയായപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ നമുക്ക് നേരെ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് കരുതി. മേരിക്ക് ഇപ്പോൾ ഒരു മൂന്നാമതൊരു കുഞ്ഞുവാവയും കൂടി വന്നു. അപ്പോൾ ബേബീനെയും മേരീനെയും കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണിക്ക് ശേഷമായിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ്. ലിഫ്റ്റിൽ കയറി പോണ സമയത്തെല്ലാം ഇവനിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അറബിയാണ്, എന്നാലും കുറച്ചൊക്കെ അവൻ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മേരി. ആള് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3-4 വീക്സ് ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ. പക്ഷേ എന്താ പറയുക, അവരുടെ ഒരു മെഡിസിനും ഫുഡൊക്കെ വെച്ചിട്ട് ആൾ നല്ല എന്താ പറയുക നല്ല ഗ്ലാമറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ കുറേ വണ്ണമൊക്കെ വെച്ച് അമ്മച്ചിമാരെ പോലെയൊക്കെ ആവില്ലേ. പക്ഷെ ഇവർ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവരുടെ ഒരു കൾച്ചറാണ്, ഇവർ ഹഗ് ചെയ്തിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ അകത്തോട്ട് കയറി. ഞാൻ നേരെ ഓടിച്ചെന്നത് ഇയാളുടെ അടുത്തേക്കാണ് കേട്ടോ. എനിക്ക് വേണ്ടത് ഇയാളെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞു ബേബി ഉറങ്ങണേണ്. പേര് ഇവാൻ എന്നാട്ടോ. ഞാൻ ഓടിച്ചെന്ന് നേരെ ഇവാനെ എടുത്തു. ഞാൻ ചോദിച്ചു ഇവാനെ എടുക്കട്ടെ. മേരിയും ചോദിച്ചു. മേരി ഒന്ന് എടുത്തു നിമ്മി അതിനാ ചോദിക്കണമെന്ന് പറഞ്ഞ് നേരെ എൻ്റെ കയ്യിലേക്ക് വന്നു. എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എനിക്കൊന്നും വേണ്ട. പിന്നെ അവരുടേതായ വർത്തമാനങ്ങളായിരുന്നു കേട്ടോ. അറബിക്കായിട്ടുള്ള ആണല്ലോ അവരുടെ ലാംഗ്വേജ് വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അവർ ഫുള്ള് വർത്തമാനമായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ പിന്നെ ഫുള്ള് ഇവാനായിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ചെറിയ പിള്ളേരൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. തീരെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ രണ്ടുപേരും വന്ന് ഹായ് പറയുന്നുണ്ട്. ഇതുവരെ അവിടെ ക്രിസ്മസ് ട്രീ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇതേനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ വന്നു. ഇത് മെർസൽ, പുള്ളിയും ഈജിപ്ഷ്യനാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ വെൽക്കം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ. അപ്പോൾ അതുപോലെയാണ് അവർ വെൽക്കം ചെയ്യുന്നത്. പിന്നെ അതേനെ മേരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ അതേന ഒസാമ നേരെ പിള്ളേരായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിരുന്നു. നല്ല അടിപൊളി ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. നല്ല നീറ്റായിരുന്നു. എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഫുഡ് കഴിക്കാൻ എവിടെ ഇരിക്കണം, ടേബിളിൽ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി താഴെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈജിപ്ഷ്യനിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേഡീസും ജെൻസും കൂടി ഒരുമിച്ചൊന്നും ഫുഡ് കഴിക്കാതിരിക്കില്ല. നമ്മൾ ലേഡീസ് മാത്രമാണ് ഇവിടെ ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ മേരിയുടെ ഹസ്ബൻഡും ഒസാമയും പിള്ളേരും കൂടി അപ്പുറത്തെ റൂമിലായിട്ട് ഇരുന്നത്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഇവരുടെ ഫുഡ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. എരിവ് കുറവായിരുന്നു. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ റൈസിന് റോസ് ജരിജിയോ അങ്ങനെ എന്തോ പറയുന്നത്. പിന്നെ ലഹമ്മ കത്തക്ലിയ, കബാബ് ഹല്ല, മൊലോക്കിയ സൂപ്പ്, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ഇതിൻ്റെ പേര് പറഞ്ഞത്. കറക്റ്റാണോയെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ വലിയൊരു മിറർ കണ്ടത്. പിന്നെ ഞാൻ എൻ്റെ സെയിം പരിപാടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഉണ്ടടാ താഴെ 2 ആളുകൾ ഒളിച്ചിരിക്കുന്നു കേട്ടോ. ഇതെല്ലാം ആ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ 2 കിളികൾ അവിടെ ഉണ്ടെന്നോ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര വൃത്തിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഏകദേശം 12 മണിയായി. അപ്പോൾ ഞാനും ആത്തയും മാത്രമേ ഉള്ളൂ തിരിച്ചു പോകാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലമാണ്, സാൽമിയ. അപ്പോൾ ഞങ്ങൾ തന്നെ രണ്ടുപേരും ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒസാമയെ ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് ടാക്സിയൊക്കെ പിടിച്ച് തരണമല്ലോ. ഇറങ്ങുന്ന സമയത്ത് ഒരു പേരക്ക ജ്യൂസും കൂടി തന്നിട്ടാട്ടോ മേരി വിട്ടത്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനും ആത്തയും കൂടി തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.